أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشدا. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والفجر وليال عشر والشفع والوتر والليل إذا يسر. മാന്യ സഹോദര സഹോദരിമാർ, മഹാസീസൺ ആസന്നമായത് കാരണത്താൽ ആ സീസണിനെ കുറിച്ചും അതിൽ നാം ഓരോരുത്തരും ഹാജിമാരും അല്ലാത്തവരും പങ്കുവഹിച്ചുകൊണ്ട് അമൽ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചും ആയിരുന്നു. അത് ഫദ്ലുൽ മക്കാനും ഫദ്ലുൽ സമാനും ഒരുമിച്ച് കൂടിയത് കാരണത്താൽ ശ്രേഷ്ഠത, സമയത്തിനുള്ള ശ്രേഷ്ഠതയും അതുപോലെ തന്നെ സ്ഥലത്തിനുള്ള ശ്രേഷ്ഠതയും ഒരുമിച്ച് കൂടിയതായ ഈ മഹാസീസണിൽ ഹാജിമാർ കൂട്ടം കൂട്ടമായി അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ ഈ വിശുദ്ധ ഭൂമിയിലേക്ക് തടിച്ചു ചെല്ലുന്നതായ സന്ദർഭത്തിൽ അവരെ കണ്ടുകൊണ്ടാണ് മക്കയിൽ മസ്ജിദുൽ ഹറാമിൽ വെച്ചിട്ട് ഡോക്ടർ ഫൈസൽ ഖസാവി ഖുതുബ ഓതുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഖുതുബയെ ആരംഭിച്ചത് ആ ഫദ്ലുൽ സമാനിനെയും ഫദ്ലുൽ മക്കാനിനെയും വിശേഷിച്ച് അതിൻ്റെ പ്രത്യേകത പറഞ്ഞുകൊണ്ടായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഫുർഖാനുൽ അളീമിൽ സത്യവചനം ചെയ്തതായ ദിവസങ്ങളാണ് നാം ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കൂടി കഴിഞ്ഞു പോകുന്നതായ ദിവസങ്ങൾ. വൽ ഫജ്രി വലയാലിൻ അശ്ർ. ഫജ്ർ അളീമിൽ സത്യവചനത്തിന് വേണ്ടി ഉപയോഗിച്ചതായ ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ എന്ന വൽ ഫജ്ർ സൂറത്തിനെ ആസ്പദമാക്കി സംസാരിച്ചുകൊണ്ടും ഈ ദിവസങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ചെയ്യുന്നതായ അനുഗ്രഹങ്ങളിൽ ഹാജിമാരെയും അല്ലാത്തവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പറഞ്ഞതായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രവചനത്തെക്കുറിച്ച് വിശദീകരിച്ചു കൊണ്ടുമായിരുന്നു ഇന്ന് ഡോക്ടർ ഫൈസൽ ഖസാവി ഖുതുബ ആരംഭിച്ചത്. ഇത് നാം എല്ലാവരെയും ബാധിക്കുന്ന കാര്യമാണ്. നാം ഹജ്ജിന് പോകുന്നവരാവട്ടെ അല്ലാത്തവരാവട്ടെ, നാം ഓരോരുത്തരും ഈ വിശുദ്ധ മൗസിമിൽ, ഈ വിശുദ്ധ സീസണിൽ നമുക്ക് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ ആത്മീയ വളർച്ചയും ആത്മീയ നേട്ടവും ആത്മീയ സമ്പാദ്യവും അത് ആസ്വദിച്ചവർക്ക് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു തആലക്ക് വേണ്ടിയുള്ളതായ സമർപ്പണം, അള്ളാഹുവിന് വേണ്ടിയുള്ളതായ ജിഹാദ്, അതിൻ്റെ ജുഹൂദ്, അതിൻ്റെ ആ അള്ളാഹുവിൻ്റെ മുമ്പിലുള്ളതായ പരിപൂർണതയോടു കൂടിയുള്ളതായ സമർപ്പണ ബോധത്തോടുകൂടി നമസ്കാരമാവട്ടെ, നോമ്പാവട്ടെ, ഉദ്ഹിയ്യാവട്ടെ, ഖുർആൻ ഓതലാവട്ടെ, വിജ്ഞാനം പഠിക്കലും പഠിപ്പിക്കലുമാവട്ടെ, അതുപോലെ തന്നെ ചിന്തിക്കുക അള്ളാഹുവിൻ്റെ ആ മലക്കൂത്തിനെ കുറിച്ചും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചും അള്ളാഹു നമ്മെ കൊണ്ടുവന്നതായ ഹാജിമാരെ പ്രത്യേകിച്ച് കൊണ്ടുവന്നതായ ആ അന്തരീക്ഷത്തെക്കുറിച്ചും ആ പുണ്യഭൂമികളെക്കുറിച്ചും ഒക്കെ ചിന്തിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടി പാടുപെടുക. അപ്രകാരം തന്നെ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുകയും തൗബ വർദ്ധിപ്പിക്കുകയും അള്ളാഹു സുബ്ഹാനഹു തആലാന്റെ മദത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുവാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയും ഹജ്ജ് ഉംറ എന്നൊക്കെ പറയുമ്പോൾ ലക്ഷക്കണക്കിൽ ആൾക്കാരെ സമീപിക്കുവാനും പല നാട്ടുകാരെയും പല ദേശക്കാരെയും പല ശൈലിയിൽ ജീവിക്കുന്നവരെയും കാണുവാനും അവരുമായി അഭിപ്രായങ്ങൾ പങ്കിടുവാനും ചാൻസ് കിട്ടുന്നതായ സന്ദർഭങ്ങൾ ഓരോരുത്തർക്കും അറിയുന്ന ഭാഷകളിലൂടെ ഉപയോഗിച്ചുകൊണ്ട് എല്ലാവരും അങ്ങുമിങ്ങും പരസ്പരം കാണുന്നതായ തെറ്റുകളെയും വീഴ്ചകളെയും നികറ്റാൻ വേണ്ടി പാടുപെടാനുള്ളതായ സന്ദർഭവും അപ്രകാരം തന്നെ ഹജ്ജിന് പോകുന്നവരാവട്ടെ അല്ലാത്തവരാവട്ടെ അവരുടെ കാതിനെയും അവരുടെ കണ്ണിനെയും അവരുടെ നാവിനെയും അവരുടെ ശരീരത്തിലെ ആ സകലത്തെയും അവരുടെ സർവ്വ അവയവത്തെയും അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തുക. ഈ ദിവസങ്ങളിലൂടെ ഹാജിമാരാവട്ടെ അല്ലാത്തവരാവട്ടെ നന്മകളല്ലാതെ കാണുന്നത് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ച, അള്ളാഹുലേക്ക് മടങ്ങാൻ വേണ്ടി തീരുമാനിച്ച ഹാജിമാര് ചെയ്യുന്നതായ അമലിനോട് പങ്കുവഹിച്ചുകൊണ്ടാണ് ഓരോരുത്തരും ലോകത്തിന് നാനാതുറകളിലും ജീവിക്കേണ്ടത്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഹാജിമാർക്ക് ദബഹ് അഥവാ അറക്കൽ, അള്ളാഹുവിന് വേണ്ടി സമർപ്പണം, അള്ളാഹ്ക്ക് മാത്രം അറക്കുക എന്ന, അള്ളാഹ്ക്ക് മാത്രം നേർച്ചയാക്കുകയെന്ന, നാം എന്നും റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് പറയുന്ന ഇന്ന സലാത്തി വനുസൂക്കി, എന്റെ പ്രാർത്ഥനകളും എന്റെ നേർച്ച വഴിപാടുകളും എല്ലാം അള്ളാഹുവിന് മാത്രമാണെന്ന് പറയുന്നതായ ആ തത്വത്തെ സ്ഥാപിക്കുവാനും സ്ഥിരീകരിക്കുവാനും പ്രാവർത്തികമാക്കുവാനും വരുന്നതായ ഹാജിമാർ അതിനു വേണ്ടി മനക്കെടുകയും ലക്ഷോപലക്ഷം ആടുമാടുകളെയുമെല്ലാം അള്ളാഹുവിനു വേണ്ടി അർപ്പണം നടത്തുന്നതായ ആ സന്ദർഭത്തിൽ ലോകത്തിലുള്ളതായ
സർവ്വ മുസ്ലിങ്ങൾ സത്യവിശ്വാസികൾ സാമ്പത്തിക ശേഷിയുള്ളവരാണെങ്കിൽ ഈ ഹാജിമാരോട് പങ്കുവയ്ക്കാൻ കൂറുവഹിക്കാൻ വേണ്ടി അവരും ഉദ്ഹിയയാർക്കാൻ വേണ്ടിയുള്ളതായ ശറഅ് വരികയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമർപ്പണം സമർപ്പിച്ചുകൊണ്ട് അവർ ഹജ്ജിന് പോകാത്തതായ എല്ലാ പെരുന്നാളുകളിലും മദീനയിൽ വെച്ചിട്ട് ഉദ്ഹിയ അർത്ഥതായ സംഭവത്തെക്കുറിച്ചൊക്കെ സഹീഹ് ഹദീസുകളിൽ സ്ഥിരീകരിക്കപ്പെട്ടതായ വാർത്തകൾ ഇന്ന് മദീന ഇമാമും പറഞ്ഞതായ ഭാഗങ്ങളിൽ പെട്ടതാണ്. അതിലൂടെയെല്ലാം ആ സത്യവിശ്വാസിയാകുന്ന ഹാജിമാര് സമർപ്പിക്കുന്ന സമർപ്പണത്തോട് പങ്കുവഹിക്കാൻ വേണ്ടി സത്യവിശ്വാസികൾ ആ സകലം അവർക്ക് അറവിലൂടെ സാധിക്കുന്നില്ലെങ്കിൽ ആ ഹാജിമാര് തൽബിയത്ത് ചൊല്ലിയും കൊണ്ട് തക്ബീർ ധ്വനി മുഴക്കിയും കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതായ സന്ദർഭത്തിൽ അൽ ഹജ്ജു അൽ അജ്ജു വസ്സജ്ജു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഹജ്ജ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മുദ്രാവാക്യമാകുന്ന തൽബിയത്തിനെ ഒച്ചത്തിൽ ചെല്ലുക, അത് മക്ക അന്തരീക്ഷം മശാഇറുകൾ ആ സകലം അലതല്ലുന്ന രൂപത്തിലാക്കി മാറ്റുക. ആ രൂപത്തിലാക്കി മാറ്റുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളായ കഅബത്തിന്റെ മുമ്പിൽ, മഖാം ഇബ്രാഹിമിന്റെ മുമ്പിൽ, സഫയുടെ മുമ്പിൽ, മറവയുടെ മുമ്പിൽ, അതുപോലെ മുസ്ദലിഫയിൽ, അതുപോലെ അറഫയിൽ, അതുപോലെ മിനയിൽ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിലെല്ലാം ഹാജിമാർ അവരുടെ തക്ബീർ ധ്വനികളിലൂടെയും തൽബിയത്തുകളിലൂടെയും അവരുടെ ശബ്ദം ഉച്ചത്തിൽ ചൊല്ലിയും കൊണ്ട് അവകളെ അലതല്ലിപ്പിക്കുന്നതായ സന്ദർഭത്തിൽ ലോക മുസ്ലിങ്ങൾ ആ സകലം എവിടെയാണെങ്കിലും അവരാൽ സാധിക്കുന്ന രൂപത്തിൽ സമർപ്പണം അവരും ചെയ്യാൻ വേണ്ടി പാടുപെടേണ്ടതും അതിനുവേണ്ടി രംഗത്തിറങ്ങേണ്ടതും അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടതും അത് ആത്മാർത്ഥമായി ചെയ്യാൻ വേണ്ടി പാടുപെടേണ്ടതും ഹാജിമാർ ഉൾക്കൊള്ളുന്നതായ അതേ തൗഹീദാകുന്ന ഏകദൈവ വിശ്വാസം, അള്ളാഹ്ക്ക് മാത്രമായിരിക്കണം ആരാധന, അള്ളാഹിനോട് മാത്രമായിരിക്കണം പ്രാർത്ഥന, ശിട്ടികൾക്ക് ആർക്കും തന്നെ അതിൽ പങ്കില്ല. അങ്ങനെ പങ്കുണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിൽ ആ ശിട്ടികളെ പങ്കുണ്ടാക്കാൻ അവരെ കൂടെ ചേർക്കാനുള്ളതായ വല്ല പഴുതുമുണ്ടെങ്കിൽ ഇബ്രാഹിമിനെ പറയാൻ, മുഹമ്മദ് നബിയെ പറയാൻ അള്ളാഹു കൽപ്പിച്ചിരുന്നേനെ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതായ അതിനുവേണ്ടി പാടുപെട്ടതായ കഅബം കെട്ടിയതായ ഇബ്രാഹിമിന്റെ പേരോ ഇസ്മായിലിന്റെ പേരോ അലൈഹിമസ്സലാം, ആ കഅബത്തിന്റെ പരിസരത്ത് തവാഫ് ചെയ്ത് ലോകത്തിന് മുമ്പിൽ കാഴ്ചവെച്ചതായ മുഹമ്മദ് നബിയുടെ പേരോ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഹജ്ജിന്റെ സന്ദർഭങ്ങളിൽ പറയാനല്ല പറഞ്ഞത്, കൽപ്പിച്ചത് അവരെ പിന്തുടരാനാണ് കൽപ്പിച്ചത്, അവരുടെ ബേക്കിൽ അണിനിരക്കാനാണ് കൽപ്പിച്ചത്, അവർ കാട്ടിയതുപോലെ കാട്ടാനാണ് കൽപ്പിച്ചത്, അവർ ചെയ്തതുപോലെ ചെയ്യാനാണ് പറഞ്ഞത്, അവർ സമർപ്പിച്ചതുപോലെ സമർപ്പിക്കാനാണ് അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടായത്. അതാണ് ഹാജിമാര് കാട്ടുന്നത്. അതാണ് തൗഹീദിന്റെ മജ്ജ ഉൾക്കൊള്ളാൻ വേണ്ടി തൗഹീദിന്റെ മുദ്രാവാക്യമാകുന്ന തൽബിയത്ത് ചൊല്ലിയും കൊണ്ട് ഏകദൈവ വിശ്വാസത്തെ സ്ഥിരീകരിച്ചുകൊണ്ട് എല്ലാം അള്ളാഹുവിന് ഹജ്ജ് തുടക്കം മുതൽ ഹജ്ജ് അവസാനിക്കുന്നത് വരേക്കും ഷിട്ടികളെ പറയലില്ല, ഷിട്ടികളെ സ്മരിക്കലില്ല, ഷിട്ടാവായ റബ്ബുൽ ഇസ്സത്തിനെ മാത്രം സ്മരിക്കലും ഓർക്കലും സ്മരിക്കലും അവന്റെ പേര് പറയലും അവന്റെ മുദ്രാവാക്യം ഒച്ചത്തിൽ ശബ്ദിക്കലും അതാണ് ഏറ്റവും വലിയതായ പ്രധാനപ്പെട്ടതായ സൽക്കർമ്മം ഹജ്ജിൽ എന്ന് പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തതായ ആ സന്ദർഭത്തെ ഓരോ മുസ്ലിങ്ങളും ലോകത്തിന് നാനാതുറകളിൽ നിന്നിട്ടും സ്മരിക്കുന്ന സന്ദർഭത്തിൽ, ഓർക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുമായുള്ളതായ ആ ടച്ച് അതിൽ വല്ല വീഴ്ച വന്നു പോയിട്ടുണ്ടെങ്കിൽ, ആ ബന്ധത്തിൽ വീഴ്ച വന്നു പോയിട്ടുണ്ടെങ്കിൽ, ആ സമർപ്പണത്തിൽ വീഴ്ച വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു അല്ലാത്തവരോടുള്ളതായ ഭയം, ആരാധനയാകുന്ന ഭയം, അള്ളാഹു അല്ലാത്തവരോടുള്ളതായ സ്നേഹം, ആരാധനയാകുന്ന സ്നേഹം, അതൊക്കെ വല്ലവരിൽ നിന്നിട്ട് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് ഖേദിച്ച് മടങ്ങി ഹാജിമാര് മടങ്ങുന്നത് പോലെ ഓരോരുത്തരും മടങ്ങി ആ തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടി ലോക മുസ്ലിങ്ങൾ ആ സകലം പരിശ്രമിക്കാൻ വേണ്ടി പാടുപെടാൻ വേണ്ടിയാണ് ഇന്ന് മക്ക ഇമാമും മദീന ഇമാമും ലോക മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്തത്. അത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ തക്ബീറുദ്ദനി നാം ലോകത്തിന് നാനാതുറകളിൽ നിന്നിട്ട് എവിടെ ജീവിക്കുകയാണെങ്കിലും ഹജ്ജ് ചെയ്യുന്നവർ മാത്രമായിക്കൊള്ളണമെന്നല്ല, അവരോട് പങ്കുവഹിക്കാൻ കൂറുവഹിക്കാൻ നാമും തക്ബീറുദ്ദനി മുഴക്കിക്കൊണ്ടേയിരിക്കുക. 1-ാം തീയതിയാകുന്ന അവിടെ മുതൽ നാം തക്ബീർ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. മുത്തലഖായ തക്ബീർ നമുക്ക് എപ്പോഴും ചെല്ലാം ഈ ദിവസങ്ങളിൽ. അഥവാ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്നോ, അല്ലെങ്കിൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്നോ, അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കതീറ എന്നോ, ആ രൂപത്തിലുള്ളതായ തക്ബീറുകളൊക്കെ ചൊല്ലിയിട്ട് അല്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി പാടുപെടേണ്ടതും ഏത് സമയത്തും അതിനെ പട്ടണത്തിലാവട്ടെ, വാഹനങ്ങളിലാവട്ടെ, വഴിയിലാവട്ടെ, വീട്ടിലാവട്ടെ, എവിടെയും അത് ഇടക്കിടക്ക് ചൊല്ലിക്കൊണ്ടേ ഇരിക്കേണ്ടതും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടേ ഇരിക്കേണ്ടതുമാണ് എന്നതിനെ കുറിച്ചാണ് പ്രത്യേകിച്ച് മദീന ഇമാം സൂചിപ്പിച്ചത്. അത് മക്ക ഇമാമിന്റെ സംസാരത്തിലും വന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഹാജിമാർ ഹജ്ജിന് വേണ്ടി ഒരുങ്ങുന്നു. ആ ഹജ്ജിന് വേണ്ടി ഒരുങ്ങുക എന്നത് യഥാർത്ഥത്തിൽ ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടതായ ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ അവരുടെ കൂടെയുള്ളതായ പണ്ഡിതന്മാരിൽ നിന്നിട്ട് ലഭിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ എന്റെ ശബ്ദം കേൾക്കുന്നതായ ഹാജിമാരല്ലാത്തവരായ സഹോദര സഹോദരിമാര് വളരെ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. ഈ ദിവസങ്ങൾ
ദിവസങ്ങളെ വണ്ണിക്കുക, ബഹുമാനിക്കുക, ആദരിക്കുക. അത് ഇസ്ലാമിന്റെ നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് തഖ്വ കയറിയിട്ടുണ്ട്, തഖ്വ കടന്നിട്ടുണ്ട്, ഈമാൻ കടന്നിട്ടുണ്ട് എന്നതിലേക്കുള്ള തെളിവാണ്. ആ ഈമാൻ കടന്നതിലേക്കുള്ളതായ തെളിവ് നാം സ്ഥാപിക്കേണ്ടത് ഈ ദിവസങ്ങൾ ആദരിച്ചുകൊണ്ടാണ്, ബഹുമാനിച്ചുകൊണ്ടാണ്. ഈ ദിവസങ്ങളിലൂടെ നാം അള്ളാഹുവിന്റെ സാമീപ്യം നേടാൻ വേണ്ടി കണ്ണുകളെ സൂക്ഷിക്കുക, കാതിനെ സൂക്ഷിക്കുക, നാക്കിനെ സൂക്ഷിക്കുക. കാണാൻ പാടില്ലാത്തത് നമ്മുടെ ഈ കണ്ണുകൊണ്ട് ഈ ദിവസത്തിൽ തീരെ അരുത്. ഇത് മുഹറമാത്തുകളായ അള്ളാഹു ബഹുമാനിച്ച് ആദരിച്ചതായ മാസങ്ങളിൽ ചില മാസമാണ്. നമുക്കറിയാമല്ലോ 4 മാസത്തെ അള്ളാഹു മറ്റു മാസങ്ങളെക്കാളും ആദരിച്ചിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ഈ മാസം, അഥവാ ദിൽഹിജ്ജ, മുഹറം എന്നീ മാസങ്ങൾ. ഈ മാസങ്ങളെ നാം ആദരിക്കുന്ന ഇനത്തിൽപ്പെട്ടതാണ്. ഈ മാസങ്ങളിൽ നമ്മുടെ ശരീരത്തെ ആസകലം സൂക്ഷിക്കുക. എന്നാണ് അള്ളാഹു തന്നെ ഖുർആനിൽ പറഞ്ഞത്. നിങ്ങൾ ഈ മാസങ്ങളിൽ നിങ്ങളുടെ ശരീരത്തെ ആക്രമിക്കരുത്. നിങ്ങളുടെ ശരീരത്തെ ആക്രമിക്കൽ എപ്പോഴാണ്? ആ ശരീരത്തെ വെക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് വെക്കുമ്പോഴാണ്. അഥവാ അക്രമം എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തെ വെക്കേണ്ട സ്ഥലത്തല്ലാതെ വെക്കുക. നമ്മുടെ ശരീരം ഈമാൻ ഉൾക്കൊള്ളുന്ന ശരീരമാണ്, മുഅ്മിനത്തായ ശരീരമാണ് നമ്മുടെ ശരീരം. അപ്പോൾ മുഅ്മിനീങ്ങളുടെ ശരീരം ഉണ്ടാവേണ്ടത് അശ്ലീലങ്ങളുടെ മുമ്പിലല്ല, അനാചാരങ്ങളുടെ മുമ്പിലല്ല, തോന്നിവാസങ്ങളുടെ മുമ്പിലല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട അന്തരീക്ഷത്തിലാണ് നാം ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഉണ്ടാവേണ്ടത്. അതിന് പരിശ്രമിക്കേണ്ടതാണ്. എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ് മുസ്ലിങ്ങൾ ഉണ്ടാവേണ്ടത്. എങ്കിലും ഈ ദിവസത്തിൽ പ്രത്യേകിച്ച് മഹാത്മാക്കളായ നമ്മുടെ ഇമാമുകൾ പറയുന്നു, മഹാനായ ശൈഖുൽ ഇസ്ലാം അടക്കമുള്ള നമ്മുടെ ഇമാമുകൾ പറയുന്നതായിട്ട് കാണാം, ഈ ദിവസങ്ങളിൽ തെറ്റ് ചെയ്താൽ തെറ്റിന് കട്ടികൂടും, മറ്റുള്ളതായ ദിവസങ്ങൾ ചെയ്യുന്നത് പോലെയല്ല. അത് അള്ളാഹു തന്നെ ഖുർആനിൽ പറഞ്ഞതാണ് മക്കയെ കുറിച്ച്. ആരെങ്കിലും മക്കയിൽ വെച്ചിട്ട് ഒരാൾ ദുൽമ ചെയ്താൽ, അക്രമം ചെയ്താൽ, അവിടെ ചെയ്യാൻ പാടില്ലാത്തതായ ദുൽമ അവിടെ ചെയ്യുമ്പോൾ അവിടെ എന്താ സംഭവിക്കുക? അവന് കഠിന കഠോരമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, വാണിംഗ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളതായ ആ മസ്ജിദുൽ ഹറാമിൽ ഉള്ളതുപോലെ ഈ അള്ളാഹു ഹറാമാക്കിയതായ മാസങ്ങളിലും, അള്ളാഹു ബഹുമാനിച്ച മാസങ്ങളിലും അള്ളാഹു തന്നെ ഖുർആൻ പറയുകയാണ്, ഫലാ തദ്ലിബു ഫീഹിന്ന അൻഫുസകും. ആ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ആക്രമിക്കരുത്, നിങ്ങളുടെ ശരീരത്തെ ദ്രോഹിക്കരുത്. അഥവാ നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങൾ തെറ്റ് ചെയ്യരുത്, പാപങ്ങൾ ചെയ്യരുത്, വൻദോഷങ്ങളോ ചെറുദോഷങ്ങളോ ഒന്നും തന്നെ ചെയ്യാൻ പാടുള്ളതല്ല. പശ്ചാത്തപിക്കേണ്ട, തൗബ ചെയ്യേണ്ട, ഇസ്തിഗ്ഫാർ ചെയ്യേണ്ട, അള്ളാഹുലേക്ക് അടുക്കേണ്ട. നോമ്പിലൂടെയാണെങ്കിൽ നോമ്പിലൂടെ, നമസ്കാരത്തിലൂടെയാണെങ്കിൽ നമസ്കാരത്തിലൂടെ, ധർമ്മത്തിലൂടെയാണെങ്കിൽ ധർമ്മത്തിലൂടെ, ഏതെല്ലാം രൂപത്തിൽ അള്ളാഹുലേക്ക് അടുക്കാൻ സാധിക്കുന്നുവോ ആ രൂപത്തിലെല്ലാം ഈ ദിവസങ്ങളിലൂടെ അടുക്കാൻ വേണ്ടി, ഈ മാസങ്ങളിലൂടെയും ഈ ദിവസങ്ങളിലൂടെയും അടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക, പാടുപെടുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ കൽപ്പനയാണ്. അതുപോലെ തന്നെ മദീനയെ കുറിച്ച് പോലും സംസാരിച്ചപ്പോൾ, മദീനയിൽ ഇപ്പോൾ ലക്ഷക്കണക്കിൽ ഹാജിമാർ സ്ഥിതി ചെയ്യുന്നുണ്ട്, അവർ പോയിട്ടില്ല. അവരോട് പ്രത്യേകം മദീന ഇമാം സൂചിപ്പിക്കുകയുണ്ടായി, ഈ മദീനയിൽ താമസിക്കുന്ന വേളയിൽ ചെയ്യേണ്ടതായ അദബുകളും മര്യാദകളും കഴിഞ്ഞ ക്ലാസ്സുകൾ കേട്ടതുപോലെ. അക്കൂട്ടത്തിൽ ഞാൻ പറയാറുണ്ട്, വമിൻ അഹ്ലിൽ മദീനത്തി മറദു അലൻ നിഫാഖി ലാ തഅലമുഹും നഹ്നു നഅലമുഹും സനുഅദ്ദിബുഹും മറത്തൈൻ എന്നാണ്. അതാണ് ഫള്, ടൈമിന്റെ ഫള്, സമയത്തിന്റെ ഫള്, അതുപോലെ തന്നെ സ്ഥലത്തിന്റെ ഫള്. അത് നാം പ്രത്യേകം പരിഗണിക്കേണ്ടതാണ്. പ്രത്യേകം പരിഗണിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ മാസത്തിൽ നമ്മുടെ ശരീരത്തെ നാം സംരക്ഷിക്കും പോലെ, കാത്തുരക്ഷിക്കും പോലെ, കാത്തു സൂക്ഷിക്കും പോലെ, ഈ ദിവസങ്ങളിൽ നാം കാത്തു സൂക്ഷിക്കും പോലെ, ഈ നാടുകളിൽ ഇവിടെ താമസിക്കാൻ വേണ്ടി വന്നതായ, ഇവിടെ വിട്ടുകിടക്കാൻ വേണ്ടി വന്നതായ, ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ നമസ്കരിക്കാൻ വേണ്ടി വന്നതായ, റസൂലിന് സലാം പറയാൻ വേണ്ടി വന്നതായ ഹാജിമാരും ഉംറക്കാരും ശ്രദ്ധിക്കേണ്ട ഭാഗം പ്രത്യേകം ഉണർത്തുകയുണ്ടായി. ഇവിടെ വെച്ചിട്ട് തെറ്റ് ചെയ്യുമ്പോൾ, ഇവിടെ പണ്ട് ജീവിച്ചതായ വിഭാഗത്തിൽ കാപ്പട്ടിപ്പേർ നടക്കുന്നവരിലേക്ക് അല്ലാഹു സൂചന നൽകിയും കൊണ്ട് പറഞ്ഞതായ ഭാഗമാണ്, വമിൻ അഹ്ലിൽ മദീനത്തി മറദു അലൻ നിഫാഖി ലാ തഅലമുഹും. നിങ്ങൾക്ക് അറിയുകയില്ല കാപ്പട്ടിപ്പേർ നടക്കുന്നവരെ, അവരെ നിങ്ങൾക്ക് അറിയുകയില്ല. നഹ്നു നഅലമുഹും, നമുക്ക് അവരെ കുറിച്ച് അറിയാമെന്ന് അല്ലാഹു പറയുന്നു. സനുഅദ്ദിബുഹും മറത്തൈൻ, അവരെ നാം ഡബിൾ ശിക്ഷ ശിക്ഷിക്കുമെന്നാണ് അല്ലാഹു പറഞ്ഞത്. അപ്പോൾ പുണ്യഭൂമിയിൽ, അത് മക്കയാവട്ടെ മദീനയാവട്ടെ, തെറ്റ് ചെയ്യുമ്പോൾ കുറ്റങ്ങൾ വർദ്ധിക്കുമെന്ന് നമ്മുടെ ഇമാമുകൾ പറഞ്ഞത് ഈ തത്വങ്ങളെ, ഈ പ്രമാണങ്ങളെ ആസ്പദമാക്കിയിട്ടാണ്. ഇതിനെ മുമ്പിൽ വെച്ചിട്ട് നാമും എന്ത് ചെയ്യുക? ഹജ്ജിന് വേണ്ടി വരാൻ ചാൻസ് കിട്ടാത്തവരും, അല്ലെങ്കിൽ മുമ്പ് ഹജ്ജ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഹജ്ജിന് വേണ്ടി ഒരുമിച്ച് കൂടിയവരുടെ കൂടെ ഒരുമിച്ച് കൂടാത്തവരുമാണെങ്കിലും, ഞാനിപ്പോൾ മക്കത്തല്ലല്ലോ മദീനയിലല്ലോ എന്ന് വിചാരിക്കരുത്. നാം എല്ലാവരും ഹജ്ജ് മാസത്തിലാണ്, ഹജ്ജ് മാസത്തിൽ കൂടി വിട്ട് കിടക്കുകയാണ്. അപ്പോൾ നാം നമ്മുടെ ശരീരത്തെ നാം ആക്രമിക്കാതിരിക്കണം, നാം പാപം ചെയ്യാതിരിക്കണം, നാം അള്ളാഹുവിന്റെ സാമീപ്യം നേടാൻ വേണ്ടി പാടുപെടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പറയുന്നു, വമൻ യുഅല്ലിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അള്ളാഹുവിന്റെ ചിഹ്നങ്ങൾ ആരെങ്കിലും ആദരിച്ചാൽ, ബഹുമാനിച്ചാൽ, അത് അവന്റെ ഹൃദയത്തിന്റെ അകത്തുള്ളതായ ആ തഖ്വയെ സ്ഥിരീകരിക്കുന്ന, സ്ഥാപിക്കുന്നതായ ശൈലിയാണത്. ഒരാളുടെ
ഹൃദയത്തിൽ തഖ്വയുണ്ട് എന്നതിലേക്കുള്ള തെളിവാണ്. ഹൃദയത്തിൽ തഖ്വ കയറി കൂടിയിട്ടുണ്ട്, അവർ അള്ളാഹുവിനെ ഭയപ്പെടുന്നുണ്ട്, അള്ളാഹുവിനെ പേടിക്കുന്നുണ്ട്, അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എന്നതിലേക്കുള്ള തെളിവാണ്. അള്ളാഹിന്റെ ഷിആറിനെ, അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുക, ആദരിക്കുക. മക്കയിൽ വരുന്നവർക്ക് മാത്രമല്ല അള്ളാഹിന്റെ ചിഹ്നം, അള്ളാഹിന്റെ ചിഹ്നങ്ങൾ എല്ലാ ഓരോരുത്തരും അവന്റെ നാട്ടിലുള്ളതായ പള്ളികളിലൂടെ, അവൻ നമസ്കരിക്കുന്ന നമസ്കാരത്തിലൂടെ, അവൻ നോക്കുന്ന നോമ്പിലൂടെ അള്ളാഹുവിന്റെ വിധി വിലക്കുകളൊക്കെ അള്ളാഹിന്റെ ചിഹ്നമാണ് എന്നാണ്. ആ ചിഹ്നങ്ങളെയെല്ലാം അള്ളാഹുവിനെ ബഹുമാനിക്കുന്നതിലും ആദരിക്കുന്നതിലും പെട്ടതാണ്. അള്ളാഹുവിന്റെ ചിഹ്നങ്ങളാകുന്ന അള്ളാഹുവിന്റെ വിധി വിലക്കുകളെ ആദരിക്കുക, ബഹുമാനിക്കുക, അവകളിൽ നിന്നിട്ട് ചെയ്യേണ്ടത് ചെയ്യുക, ഒഴിവാക്കേണ്ടത് ഒഴിവാക്കുക. ഇതൊക്കെ നാം ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. ഇന്ന് മക്കയിൽ വെച്ചിട്ട് മക്ക ഇമാം വളരെ വിശദീകരിച്ചുകൊണ്ട് മക്കയുടെ പ്രത്യേകത പറഞ്ഞുകൊണ്ട് ശേഷം ഹാജിമാരോട് അവർ ചെയ്യേണ്ടതായ ബാധ്യതകൾ നിർവഹിക്കുന്ന ഭാഗങ്ങളിലേക്ക് സൂചന നൽകിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഹാജിമാർ ഇപ്പോൾ എന്റെ മുമ്പിലിരിക്കുന്നവരായ ഹാജിമാരോട്, അഥവാ മക്ക ഇമാമ് പറയുന്ന ശൈലിയാണ്, എന്റെ മുമ്പിലിരിക്കുന്നതായ ഹാജിമാർ അല്പ ദിവസങ്ങളിലൂടെ അവർ മശായിറുകളിലേക്ക് ചെല്ലാൻ പോവുകയാണ്. ആ ചെല്ലാൻ പോകുന്നതായ സന്ദർഭത്തിൽ അള്ളാഹു ബഹുമാനിച്ചതായ അന്തരീക്ഷത്തെ കാണുന്ന സന്ദർഭത്തിൽ അവര് അള്ളാഹുവിനെ പുകഴ്ത്താനും വാഴ്ത്താനും പോകുന്നതായ സന്ദർഭത്തിൽ അവർ തൗഹീദിന്റെ മജ്ജ ഉൾക്കൊള്ളാൻ വേണ്ടിയും അള്ളാഹ്ക്ക് മാത്രമായിരിക്കണം ഇനിമേലിൽ ജീവിക്കേണ്ടത്, അള്ളാഹുവിനെ മാത്രമാണ് ഇനിമേൽ വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത്, അള്ളാഹ്ക്ക് മാത്രമായിരിക്കണം ഇനിമേൽ അറക്കേണ്ടത്, അള്ളാഹ്ക്ക് മാത്രമായിരിക്കണം ഇനിമേലിൽ നേർച്ചയാക്കേണ്ടത്, അള്ളാഹുവിനല്ലാതെ ആരാധനയുടെ ഒരു ഇനങ്ങളും സമർപ്പിക്കാൻ പാടുള്ളതല്ല എന്നതായ തത്വത്തിലേക്കാണ് അവർക്ക് എത്താൻ സാധിക്കുന്നത്. അതിനു വേണ്ടിയാണ് ഹജ്ജ് ശറഅാക്കപ്പെട്ടിട്ടുള്ളത്, അതിനു വേണ്ടിയാണ് ഹാജിമാർ ഇവിടെ വന്നിട്ടുള്ളത്. അത് ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ ഹാജിമാര് പോകാൻ പാടുള്ളൂ. എന്നല്ലാതെ ഹജ്ജിന് വേണ്ടി വന്നാലും ഹജ്ജ് ചെയ്താലും ഹജ്ജ് ചെയ്യുന്നതിന് മുമ്പും എല്ലാം ഒരുപോലെയാണെങ്കിൽ അവർ ചെയ്തതായ ഹജ്ജ് അവരിൽ ഫലിച്ചിട്ടില്ല എന്നതിലേക്ക് അത് തെളിവാണ്. അതങ്ങനെ തന്നെ ആ രൂപത്തിൽ മനസ്സിലാക്കണം. അത് മക്ക ഇമാം ഉണർത്തിയതായ ഭാഗമാണ്. അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതായ കൽപ്പനയിൽപ്പെട്ടതാണ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൽബിയത്ത് ചെല്ലാൻ വേണ്ടി കൽപ്പിച്ചതായ ശൈലി. ആ തൽബിയത്തിലൂടെ ഉൾക്കൊള്ളുന്നതായ തൗഹീദിന്റെ ആ പ്രധാന അർത്ഥവത്തായ ഭാഗങ്ങളിലേക്ക് പദ്യങ്ങളിലൂടെ ഇന്ന് മക്ക ഇമാമ് ഉണർത്തിയതായി നമുക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ്. അതിപ്പോൾ വിശദീകരിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, വളരെ നീണ്ട പദ്യമാണ്. പക്ഷെ അതിലൊക്കെ പറയുന്നത് ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക് എന്നതായ ആ തൽബിയത്ത് കുറിക്കുന്നത് അല്ലാഹുവേ നിനക്കിതാ ഞാൻ സമർപ്പിച്ചു, നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ വന്നിട്ടുള്ളത്, നിന്റെ കൂടെ ഞാൻ ആരെയും പങ്കു ചേർക്കുന്നില്ല, നിനക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ഹജ്ജാണ്, നിനക്ക് വേണ്ടി മാത്രം ചെയ്യാൻ വേണ്ടി വന്നതായ ഉംറയാണ്, ഇതെല്ലാം നിനക്ക് ഞാൻ സമർപ്പിക്കുന്നത്, ഇതിന്റെ കൂടെ ആരെയും ഞാൻ പങ്കു ചേർക്കുകയില്ലാതെ സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഹാജി ഹജ്ജിന് വേണ്ടി വരുന്ന സന്ദർഭത്തിൽ അവൻ ചെയ്യുന്നതായ സത്യപ്രതിജ്ഞയാണ്, ഇനിമേലിൽ ഞാൻ നിന്റെ കൂടെ ആരെയും പങ്കു ചേർക്കൂല, നിന്നോടല്ലാതെ ഔലിയാക്കന്മാരോടോ സാലിഹീങ്ങളോടോ മഹാത്മാക്കളോടോ ജിന്നുകളോടോ മലക്കുകളോടോ ആരെയും ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കുന്നതല്ല, ആരെയും ഞാൻ നിന്നോട് ഇബാദത്തിൽ ആരാധനയിൽ പങ്കു ചേർക്കുന്നതല്ല, നിനക്ക് മാത്രമാണ് ഇനിമേലിൽ ആരാധന. നിന്റെ മുമ്പിലേക്ക് നീ ബഹുമാനിച്ച് ആദരിച്ച് മഹാനായ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും കെട്ടിയതായ കഅബത്തിന്റെ പരിസരത്തിലേക്ക് നീ എന്നെ കൊണ്ടുവന്നില്ലേ, അതിനുള്ള തൗഫീഖ് നൽകിയില്ലേ, ആ കഅബത്തിലേക്ക് തവാഫ് ചെയ്യാനുള്ളതായ കൽപ്പന അത് പ്രാവർത്തികമായിട്ട് നടപ്പാക്കാൻ എനിക്ക് നീ തൗഫീഖ് ചെയ്തല്ലേ. അങ്ങനെയുള്ള റബ്ബേ നിന്നോടല്ലാതെ ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നതല്ല, നിനക്കല്ലാതെ ഞാൻ നേർച്ചാക്കൂല, അറക്കൂല, ഞാനിപ്പോൾ നിനക്ക് മാത്രം അറക്കാൻ വേണ്ടി നിന്റെ മശ്അറിൽ വെച്ചിട്ട് ഞാൻ പഠിച്ചു, അതുകൊണ്ട് ഇനിമേലിൽ നിനക്കല്ലാതെ നേർച്ചയില്ല, നിനക്കല്ലാതെ അറവില്ല എന്നീ കാര്യങ്ങളൊക്കെ ആ തൗഹീദിന്റെ യഥാർത്ഥ ശൈലിയിലേക്ക്, ആ അള്ളാഹു ഉദ്ദേശിച്ചതായ തഹ്ഖീഖ് തൗഹീദിലേക്ക് എത്താൻ വേണ്ടിയാണ് ഹാജിമാരും ഹജ്ജുമ്മമാരും പരിശ്രമിക്കേണ്ടത് എന്ന് മക്ക ഇമാം ഊന്നി പറയുകയുണ്ടായി. അതുപോലെ തന്നെ മദീന ഇമാമ് ഇന്ന് സംസാരിച്ച വേളയിൽ ഡോക്ടർ അഹമ്മദ് താലിബാൻ ഇന്ന് സംസാരിച്ചത്, അദ്ദേഹം ഖുതുബ ഓതിയതായ സന്ദർഭത്തിൽ ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ എന്ന ആയത്ത് ഓതിക്കൊണ്ടാണ് അദ്ദേഹം ഖുതുബ ആരംഭിച്ചത്. നിങ്ങൾക്ക് ഞാൻ ഒരു കച്ചവടം പഠിപ്പിച്ച് തരട്ടെയോ, ബിസിനസ് തുഞ്ചീക്കും മിൻ അദാബിൻ അലീം, കഠോരമായ ശിക്ഷയിൽ നിന്നിട്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നതായ മഹാ ബിസിനസ് ആണ് അള്ളാഹ് പഠിപ്പിച്ചു തരുന്നത്. അതെന്താണ്? ഒന്നാമതായിട്ട് തുഅ്മിനൂന ബില്ലാഹ്, അള്ളാഹുവിൽ കെട്ടുറപ്പുള്ള വിശ്വാസം ഉണ്ടായിരിക്കുക, റസൂലിഹി, അള്ളാഹുവിന്റെ റസൂലിൽ കെട്ടുറപ്പുള്ള വിശ്വാസം ഉണ്ടായിരിക്കുക, വതുജാഹിദുന ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ വഴിയിൽ നിങ്ങൾ സേവനം ചെയ്യുക, സമർപ്പണം നടത്തുക, ജിഹാദ് ചെയ്യുക, വേണ്ടി വന്നാൽ നിങ്ങളുടെ ശരീരത്തെ ആഹുതി ചെയ്യേണ്ടി വരുമ്പോൾ അങ്ങനെയും ആഹുതി ചെയ്യുക. എന്തുകൊണ്ടൊക്കെ? അംവാലിക്കും, നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും, അൻഫുസിക്കും, നിങ്ങളുടെ ശരീരം കൊണ്ടും, ദാലിക്കും ഖൈറുൽ ലക്കും ഇൻ കുന്തും തഅലമൂൻ, ഇതാണ് നിങ്ങൾക്ക് ഉത്തമമായ കച്ചവടം. നിങ്ങൾക്ക് വിവരമുണ്ടെങ്കിൽ യഗ്ഫിർ ലക്കും ദുനൂബക്കും വയദ്ഖുലുക്കും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹാൽ അൻഹാറു വമസാകിന തയ്യിബതൻ ഫീ ജന്നാത്തി അദൻ ദാലികൽ ഫൗസുൽ അളീം. ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെ നിങ്ങൾ അള്ളാഹു പറഞ്ഞ രൂപത്തിൽ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുവാനും, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാനും, അള്ളാഹ്ക്ക് മാത്രം നേർച്ചയാക്കാനും, അള്ളാഹ്ക്ക് മാത്രം മറക്കുവാനും, ഉജ്ജഹത്തിന്റെ തത്വം അനുസരിച്ചിട്ടും ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന വാക്കിന്റെ അകത്ത് ഉൾക്കൊള്ളുന്നതായ പൊരുൾ അനുസരിച്ചിട്ടും അള്ളാഹുവിനോട് മാത്രമാണ് സഹായാർത്ഥന എന്ന തത്വം
അംഗീകരിച്ചുകൊണ്ട് അത് ജീവിതത്തിൽ പകർത്തിയും ജീവിതത്തിൽ പിറ്റാക്കിയും കൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിലും അള്ളാഹുവിന്റെ റസൂലിനെ പിന്തുടർച്ച കൈകൊണ്ട് നിങ്ങൾ ചെയ്യുന്നതായ സർവ്വ ആരാധനകളിൽ റസൂലുള്ളാഹിയോട് പരിപൂർണ്ണ ഇത്തിബാഅ് ഉൾക്കൊണ്ടുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിലും അള്ളാഹുവിലുള്ള വിശ്വാസം കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളതായ കെട്ടുറപ്പുള്ള വിശ്വാസം നിങ്ങളിൽ ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ സമർപ്പണം അള്ളാഹുവിന് മാത്രമാവുകയും വേണ്ടി വരുമ്പോൾ നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും നിങ്ങളുടെ ശരീരം കൊണ്ടും അള്ളാഹുവിന് വേണ്ടി അവകളെ ആഹൂതി ചെയ്ത് അവകളെ സമർപ്പിച്ച് അവകളെ നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ജിഹാദ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളതായ ബിസിനസ്സിൽ നിങ്ങൾ പങ്കെടുക്കുകയാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നത്? നിങ്ങളുടെ പാപങ്ങൾ, നിങ്ങളുടെ സർവ്വദോഷങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നതാണ്. ഒയ്ദുഖുൽക്കും നിങ്ങളെ അള്ളാഹു കടത്തുന്നതാണ്, പ്രവേശിപ്പിക്കുന്നതാണ്. ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, നദികൾ അരുവികൾ ഒഴുകുന്നതായ ആ മഹാ രമ്യഹർമ്മങ്ങളിൽ, ആ മഹാ പൂന്തോപ്പുകളിൽ, ആ മഹാ കൊട്ടാരങ്ങളിൽ, ആ സ്വർഗ്ഗലോകത്തിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. അവിടെ മസാക്കിന തയ്യിബ ഉണ്ട്, നല്ല നല്ല വീടുകളുണ്ട്, നല്ല നല്ല താമസിക്കാൻ പറ്റിയതായ രമ്യഹർമ്മ്യങ്ങളുണ്ട്, പൂന്തോപ്പുകളുണ്ട്. ജന്നാത്ത് അദ്നിൽ. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല തുടരുന്നു ആ ആയത്തിന്റെ പരിപൂർണതയിൽ, ദാലിക്കൽ ഫൗസുൽ അദീം, ഇതാണ് യഥാർത്ഥത്തിൽ വിജയം, ഇതാണ് മഹാനേട്ടം. ഈ മഹാനേട്ടത്തിന് വേണ്ടിയാണ് നാം പാടുപെടേണ്ടത്. അതിനുള്ളതായ ഒരു മഹാസ്വർണ്ണ അവസരമാണ് മദീന ഇമാം പറയുന്നു ഈ 10 ദിവസത്തിലൂടെ മുസ്ലിം ലോകത്തിന് ആസനം ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിലൂടെ, നമ്മുടെ നാവിലൂടെ, നമ്മുടെ ശരീരത്തിലൂടെ നമ്മളാൽ സാധിക്കുന്ന രൂപത്തിൽ ഈ പറഞ്ഞതായ ആയത്തിന്റെ ഉള്ളടക്കം അനുസരിച്ചിട്ട് സമർപ്പണം നടത്താൻ വേണ്ടി നാം ഇറങ്ങുക, നാം പാടുപെടുക. അക്കൂട്ടത്തിൽ അറക്കേണ്ട കാര്യങ്ങളും ഉദ്ഹിയ്യയും എല്ലാം മക്ക ഇമാമും മദീന ഇമാമും സൂചിപ്പിച്ചതിനെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാമെന്ന്. നാം അറക്കാൻ വേണ്ടി തീരുമാനിക്കുന്നതായ ആ അറവ് 1-ാമത്തെ ദിവസം തന്നെ അറക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ, അഥവാ ദുൽഹജ്ജ് മാസം 1-ാം തീയതി തന്നെ ആ ആജിമാരോട് പങ്കുവഹിക്കാനും കൂറുവഹിക്കാനും വേണ്ടി ആയിരിക്കാം. അല്ലാഹു അലം, അതിന്റെ ഹിക്മത്ത് നമുക്കറിയുകയില്ല. എന്ത് പറയുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആരെങ്കിലും ഒരാൾ അറക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, തീരുമാനിച്ച വ്യക്തി ഉദ്ഹിയ്യ അറക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, തീരുമാനിച്ച വ്യക്തി അവന്റെ മുടിയും അവന്റെ നഖവും അവന്റെ തോലും അവൻ തുടരുത്, അഥവാ മുറിക്കരുത്, കട്ട് ചെയ്യരുത്. ഏത് ദിവസം മുതൽ? 1-ാമത്തെ ദിവസം മുതൽ. 1-ാമത്തെ ദിവസമാണ് പ്രഖ്യാപിച്ചതെങ്കിൽ, അഥവാ അറക്കാൻ തീരുമാനിച്ചതെങ്കിൽ. ഇനി അറക്കാൻ തീരുമാനിക്കുന്നത് 5-ാം ദിവസമാണ്, 4-ാം ദിവസമാണ്, 3-ാം ദിവസമാണ് എങ്കിൽ എപ്പോഴാണ് തീരുമാനിക്കുന്നത്? അന്നു മുതൽ അത് ചെയ്യുക എന്നതാണ്. ഹാജിമാർക്ക് യഥാർത്ഥത്തിൽ ഹജ്ജിന് വേണ്ടി പ്രവേശിക്കുന്നത് ഹജ്ജ് മാസം ആരംഭിച്ചതിന് ശേഷമാണെങ്കിൽ അദ്ദേഹം ആ പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് അഴുക്കുകളായ മുടികൾ നീക്കേണ്ടതുണ്ടെങ്കിൽ നീക്കാമെന്നല്ലാതെ, അവൻ ഉദ്ഹിയ്യ അറക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ അദ്ദേഹത്തിന്റെ മുടിയെ സംരക്ഷിക്കുവാൻ, കട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ ഹജ്ജിന്റെ ഹറാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവൻ ശ്രദ്ധിക്കണമെന്ന് മാത്രമല്ല, അവൻ മുടി തൊട്ടുപോകാൻ പാടുള്ളതല്ല, അവൻ മുടി മുറിക്കാൻ പാടുള്ളതല്ല, കട്ട് ചെയ്യാൻ പാടില്ല. തോലോ മുടിയോ നഖമോ ഒന്നും തന്നെ മുറിക്കാൻ പാടുള്ളതല്ല. അതുപോലെ അവന് ഹജ്ജിന് ഹറാം കെട്ടിയാൽ ഹറാമാകുന്ന കാര്യങ്ങളൊക്കെ അവൻ ഹറാമാണ് എന്നത് അവൻ പഠിച്ചിരിക്കേണ്ട ഭാഗമാണ്. എന്നാൽ പൊതുജനങ്ങൾ ഹജ്ജിന് വേണ്ടി പോകാത്തവരെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. മദീന ഇമാം ചർച്ച ചെയ്തതായ ഭാഗത്തിൽ അതുണ്ട് ചില ഭാഗങ്ങൾ. എന്നാൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വാഗ്ദാനം ചെയ്തതുകൊണ്ട് പറയുകയാണ്, നാം അറക്കാൻ വേണ്ടി തീരുമാനിക്കുന്നതായ ഉദ്ഹിയ്യ, അത് ആടാവട്ടെ, പശു ആവട്ടെ, ഒട്ടകമാവട്ടെ, അതെല്ലാം വളരെ ക്ലിയറായ, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ഹിയ്യക്ക് സെലക്ട് ചെയ്തത് നല്ല കൊഴുപ്പുള്ള, മഹാ എന്ന പദമാണ് ഹദീസിലുള്ളത്. മഹാ, കാണാൻ ചൊമ്പുള്ള, കൊഴുപ്പുള്ള, യാതൊരു വീഴ്ചയില്ലാത്തതായ, അംലഹൈനി അഖറനൈനി, നല്ല കൊമ്പുള്ളതായ, നല്ല പുഷ്ടിയുള്ളതായ ആടുകളെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സെലക്ട് ചെയ്തത്. അതുപോലെ തന്നെ നാമും എന്ത് വേണം? നാം അറക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ ഒരാടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 ആട് അറുത്തതിന്റെ ലക്ഷ്യം അവിടെ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ആട് എനക്കും എന്റെ കുടുംബത്തിനു വേണ്ടിയാണ് എന്നും, 2-ാമത്തെ ആട് എനക്കും എന്റെ ഉമ്മത്തുകളിൽ നിന്നിട്ട് അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച, അള്ളാഹ്ക്ക് മാത്രം അറക്കാനും അള്ളാഹ്ക്ക് മാത്രം നേർച്ചയാക്കാനും തീരുമാനിച്ച, അള്ളാഹു അല്ലാത്ത ശിട്ടികളെ വിളിച്ച് പ്രാർത്ഥിക്കാതെ, മഹാത്മാക്കളെ സാലിഹികളെ വിളിച്ച് പ്രാർത്ഥിക്കാതെ, ഖബറാളികൾക്ക് സലാം പറയുന്നതിന് പകരം ഖബറാളികളോട് തേടി അവരെ അള്ളാഹുവിനോട് പങ്കുചേർക്കാതെ ജീവിച്ചതായ മുവഹ്ഹിദീങ്ങൾ ആരുണ്ടോ ലോകത്ത്, എന്റെ ഉമ്മത്തുകൾ, അവർക്ക് വേണ്ടിയാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ടാണ് 2-ാമത്തേതായ ആടിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറുത്തത്. ആദ്യത്തേത് അവർക്കും അവരുടെ കുടുംബത്തിനും, 2-ാമത്തേത് അവർക്കും അവരുടെ ഉമ്മത്തുകളിൽ നിന്നിട്ട് തൗഹീദ് ഉൾക്കൊണ്ടതായ വിഭാഗം. അപ്പോൾ തൗഹീദ് ഉൾക്കൊള്ളാത്തതായ, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാത്ത, ശിർക്ക് ചെയ്തതായ, അള്ളാഹു അല്ലാത്ത മഹാത്മാക്കളെയും സാലിഹ്യങ്ങളെയും ഖബറാളികളെയും അള്ളാഹിന്റെ കൂടെ പങ്കുചേർത്തുകൊണ്ട് അള്ളാഹുവിനെ തരം താഴ്ത്തിയതായ, അള്ളാഹുവിനെ വിലവെക്കാത്തതായ ആ വിഭാഗത്തിന് ഈ അജ്റിൽ, ഈ പ്രതിഫലത്തിൽ പങ്കുചേരാൻ സാധിക്കുന്നതല്ല എന്നതുകൂടി ഇവിടെ സ്മരണീയമാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ വാക്കിൽ തന്നെ ഉൾക്കൊള്ളുന്നുണ്ട്. മഹാത്മാക്കളായ നമ്മുടെ നേതാക്കൾ റിപ്പോർട്ട് ചെയ്തതായ
അവരുടെ ഗ്രന്ഥങ്ങളിൽ സ്ഥിരീകരിക്കപ്പെട്ടതായ ഹദീസാണ് നിങ്ങളെ ഞാൻ കേൾപ്പിച്ചത്. അങ്ങനെയുള്ളതായ ആ ആടുകളെ, ആ ഒട്ടകങ്ങളെ, ആ പശുവിനെ എന്തിനെയാണ് നിങ്ങൾ അറക്കാൻ തീരുമാനിച്ചത്? ആ തീരുമാനിച്ചതായ ആ സാധനം ഞാൻ പറഞ്ഞതുപോലെ ഐബില്ലാത്ത, കുറവില്ലാത്ത, രോഗമില്ലാത്തതായിരിക്കണം എന്ന് മാത്രമല്ല, ആടാണെങ്കിൽ അത് നാടനാടാണെങ്കിൽ, നമ്മുടെ നാട്ടിലുള്ള കോലാടെന്ന് പറയുന്നതായ കോലാടാണെങ്കിൽ 1 വയസ്സ് പൂർത്തിയായിരിക്കണം. അല്ല അറബികൾ ഉപയോഗിക്കുന്നതായ ചമരിയാടെന്ന് നാം പറയുന്നതായ രൂപത്തിലുള്ളതായ നെയ്യ് ബേക്കിൽ തൂങ്ങുന്നതായ ആടുകളെ പോലത്തതായ അങ്ങനെയുള്ള ആടാണെങ്കിൽ 6 മാസം പൂർത്തിയായാൽ മതിയാവുന്നതാണ്. എന്നാൽ പശു ആകുമ്പോൾ പശു അതിന്റെ എല്ലാ ഇനങ്ങളിൽപ്പെട്ട, അഥവാ അത് കാളയാവട്ടെ, എരുമയാവട്ടെ, അല്ലെങ്കിൽ പോത്താവട്ടെ, അതേതായിരുന്നാലും അറക്കാവുന്നതാണ്. അവകളെല്ലാം 2 വയസ്സ് പൂർത്തിയായിരിക്കണം. 2 വയസ്സ് പൂർത്തിയായതാകുമ്പോഴാണ് അവരെ ഉദ്ഹിയക്ക് അറക്കാൻ പറ്റുന്നതായി മാറുക. അപ്രകാരം ഒട്ടകമാണ് അറക്കുന്നതെങ്കിൽ 5 വയസ്സ് പൂർത്തിയാവേണ്ടതാണ്. ഈ രൂപത്തിലാണ് നാം അറക്കാൻ വേണ്ടി സെലക്ട് ചെയ്യേണ്ടത്. അറക്കാൻ വേണ്ടി തീരുമാനിക്കുന്നതായ ആ വ്യക്തി അവൻ സ്വയം അറക്കുകയാണെങ്കിൽ റസൂലുള്ളാഹി പറഞ്ഞതുപോലെ ബിസ്മില്ലാഹ് അല്ലാഹു അക്ബർ എന്ന് അവൻ തക്ബീർ ധ്വനി മുഴക്കേണ്ടതാണ്. അല്ലെങ്കിൽ മറ്റുള്ളവരെ ഏൽപ്പിച്ച് മറ്റുള്ളവർ അറക്കുകയാണെങ്കിൽ അവൻ കരുതേണ്ടതാണ് എനിക്കും എന്റെ കുടുംബത്തിനുമാണെന്ന് കരുതേണ്ടതാണ്. ഇനി നാം എല്ലാവരുടെയും ഏൽപ്പിക്കുകയാണെങ്കിൽ അവരോട് പറയേണ്ടതാണ്, നാം അവിടെ സന്നദ്ധരാകുന്നില്ല എങ്കിൽ അവരോട് പറയേണ്ടതാണ്, ഇത് എനിക്കും എന്റെ കുട്ടിക്കും മക്കൾക്കും വേണ്ടിയുള്ളതായ അറവാണ്, നിങ്ങൾ അറക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കാശ് കൊടുത്ത് ഏൽപ്പിക്കുകയാണെങ്കിൽ വിരോധമില്ല. ഏതായാലും ഇത് ഇബാദത്താണ്, ഇത് ആരാധനയാണ്. അള്ളാഹ്ക്ക് മാത്രം മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം പണ്ട് അറക്കാൻ വേണ്ടി ആരംഭിച്ചതിനെ പിന്തുടർച്ച കൈകൊണ്ടുകൊണ്ട് ലോക മുസ്ലിങ്ങൾ ഖിയാമത്ത് നാൾ വരേക്കും ആ ദിവസം വരുന്നതായ സന്ദർഭത്തിൽ അള്ളാഹ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നതായ ഒരു മഹാസമർപ്പണമാണ്. അതിനെക്കുറിച്ച് അള്ളാഹു തന്നെ ഖുർആൻ പറയുന്നത്, നിങ്ങൾ അറക്കുന്ന സാധനത്തിന്റെ മാംസമോ ചോരയോ അല്ല അള്ളാഹുലേക്ക് എത്തുക. അള്ളാഹുലേക്ക് എത്തുന്നത് നിങ്ങളുടെ തഖ്വയാണ്. ആ തഖ്വ അത് അള്ളാഹ്ക്ക് മാത്രമാവുക. അതിന്റെ സമർപ്പണ ബോധത്തോടു കൂടി അള്ളാഹുവിനെ മാത്രം തൗഹീദ് സ്ഥാപിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ആ കലിമത്ത് തൗഹീദ്, അള്ളാഹുവോട് നാം ചെയ്തതായ ആ എഗ്രിമെന്റ്, നാം അള്ളാഹുവിനോട് ചെയ്തതായ എഗ്രിമെന്റ് എന്താണ്? വാനലോകത്തിൽ നിന്നിട്ട് ചെയ്ത എഗ്രിമെന്റ് ആണല്ലോ. വാനലോകത്തിൽ നിന്നിട്ട് ആദമിന്റെ മധുവിൽ വെച്ചിട്ട് അലൈഹിസ്സലാം നാം ചെയ്തതായ എഗ്രിമെന്റ് ആണ്. ഭൂമിയിലേക്ക് ചെന്ന് എത്തിക്കഴിഞ്ഞാൽ നിന്നോടല്ലാതെ പ്രാർത്ഥനയില്ല, നിനക്കല്ലാതെ ആരാധനയില്ല, നിനക്കല്ലാതെ നേർച്ചയില്ല, അറവില്ല, ജീവിതമില്ല, മരണമില്ല എന്നത് അവിടുന്ന് നാം വാഗ്ദാനം ചെയ്തതാണ്. ആ മീസാഖ് അനുസരിച്ചിട്ട് നാം അറക്കുന്ന സന്ദർഭത്തിൽ, നാം ഏത് ഇബാദത്ത് ചെയ്യുന്ന സന്ദർഭത്തിൽ ആ സമർപ്പണ ബോധത്തോടു കൂടിയായിരിക്കണം ചെയ്യേണ്ടത് എന്നത് ഞാൻ പ്രത്യേകം ഉണർത്തുകയാണ്. അറക്കാൻ വേണ്ടി തീരുമാനിക്കുന്ന വ്യക്തി അറക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതായ ഇബാദത്ത് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല എന്നതുകൊണ്ട് അവിടെ ലോകമാന്യം വരരുത്. അവിടെ ലോകമാന്യം വരാതെ ആത്മാർത്ഥതയോടുകൂടി ആവാൻ വേണ്ടി പരിശ്രമിക്കണം. ഹാജിമാരോട് അള്ളാഹു കൽപ്പിച്ചതുപോലെ ഹജ്ജിന് വേണ്ടി പോകുമ്പോൾ അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം ഹജ്ജ്, മാത്രമായിരിക്കണം ഉംറ എന്ന് പറഞ്ഞതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താഴ്മയോട് കൂടിയുള്ളതായ വളരെ വില കുറഞ്ഞതായ സീറ്റിന്റെ വീതിയാണ് റസൂലുള്ളാഹി മദീനയിൽ നിന്നിട്ട് ഹജ്ജിന് വേണ്ടി അവരുടെ വാഹനത്തിന് മീതെ കയറിയിരുന്നത്. അതുകൊണ്ട് റിയാ ഇല്ലാത്ത, സുബ്അത്തില്ലാത്ത, ലോകമാന്യമില്ലാത്ത ഹജ്ജ് എന്ന് അവിടുന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ പുറപ്പെട്ടതായ ആ ഹജ്ജും ആ ഉംറയും പഠിപ്പിക്കുന്നത് ആത്മാർത്ഥതയാണ്. ആ ആത്മാർത്ഥത നാം അറക്കാൻ തീരുമാനിച്ച അറവിലും ഉണ്ടായിരിക്കേണ്ടതാണ്. എന്ന് മാത്രമല്ല, അറക്കുന്നതായ അറവിനെ അത് നാം 3 ഓഹരി വെക്കൽ നല്ലതാണ്. ആ 3 ഓഹരി വെക്കുമ്പോൾ ഒന്നാമത്തെ ഓഹരി നമുക്ക് കഴിക്കാവുന്നതാണ്, രണ്ടാമത്തെ ഓഹരി നമ്മുടെ അയൽവാസികൾക്കും പരിസരത്തിൽ നൽകാവുന്നതാണ്. എന്റെ ശബ്ദം കേൾക്കുന്നവരിൽ നമ്മുടെ അയൽവാസികളുടെ കൂട്ടത്തിൽ ഇതര മതസ്ഥരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്നതുകൊണ്ട് വിരോധമില്ല. പിന്നെ 3ാമത്തെ ഓഹരി അത് അവശർക്ക് മാത്രമുള്ളതാണ്. അഥവാ ഫക്കീറന്മാരെ, മിസ്കീന്മാരെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവർക്ക് കൊടുക്കേണ്ടതാണ്. 3 വിഭാഗത്തെ ഒരുമിച്ച് കൂട്ടി ഇരുത്തിയിട്ട് ഉദഹയ്യാർത്ഥതായ അതിനെ സദ്യയാക്കിയിട്ട് എല്ലാവർക്കും തീറ്റിപ്പിക്കുകയാണെങ്കിൽ വിരോധമില്ല. ഏതായാലും അതൊരു ഇബാദത്താണ്, അതൊരു ആരാധനയാണ്, അള്ളാഹ്ക്ക് മാത്രം സമർപ്പിക്കുന്നതായ ആരാധനയാണ്. അള്ളാഹു അല്ലാത്തവർക്ക് ഇല്ലാ സമർപ്പണം ഈ രൂപത്തിൽ. അള്ളാഹു അല്ലാത്ത വൈദ്യ ഷെയ്ഖിന് അറക്കലോ, റിഫായ ഷെയ്ഖിന് അറക്കലോ, നെരിച്ചവർക്ക് നേർച്ചയാക്കലോ, അല്ല മറ്റു ഷിട്ടികൾക്ക് നേർച്ചയാക്കലോ അറക്കലോ ഇസ്ലാമിൽ ഇല്ല 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 എന്നതായ ആ തൗഹീദിന്റെ മജ്ജ, ആ ഉജ്ജഹത്ത് സ്ഥാപിക്കുന്ന തത്വം അത് സ്ഥിരീകരിക്കാൻ വേണ്ടി ഹാജിമാർ വരുന്ന സന്ദർഭത്തിൽ ലോക മുസ്ലിങ്ങൾ ആ സകലം ഹാജിമാരോട് ആ തൗഹീദ് സ്ഥിരീകരിക്കുന്ന കാര്യത്തിൽ പങ്കുചേരാൻ വേണ്ടിയാണ് ഈ തത്വം നമ്മളോട് കൽപ്പിച്ചത്, ഈ ഷായിർ നമ്മളോട് ഓതുന്നത്, ഈ കൽപ്പന നമ്മളോട് ഓതുന്നത്. അത് നാം മനസ്സിലാക്കേണ്ടതാണ് ഈ ഇത്തരണത്തിൽ. ഏതായാലും ഇന്ന് മദീന ഇമാമും മക്ക ഇമാമും വളരെ വിശദമായിട്ട് വിശാലമായിട്ട് സംസാരിച്ചതായ ഖുതുബ നമുക്കിപ്പോൾ സന്ദർഭോചിതമായിട്ട് മനസ്സിലാക്കേണ്ട ഭാഗമായതുകൊണ്ടാണ് അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ കൂടുതൽ അത് പരത്തി പറയാതെ നാം ഈ ദിവസങ്ങളിൽ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് അനിവാര്യമായ ഭാഗത്തിലേക്ക് ഞാൻ നീങ്ങാൻ കാരണം, ഞാൻ വിശദീകരിക്കാൻ കാരണം. അതുകൊണ്ട് നിങ്ങൾ എന്റെ ശബ്ദം കേൾക്കുന്നവരായ ഹജ്ജിന് വേണ്ടി പോകാൻ തീരുമാനിക്കാത്ത, ഉംറയ്ക്ക് വേണ്ടി പോകാൻ തീരുമാനിക്കാത്ത ലോക
ലോകത്തിന്റെ നാനാത്തുറകളിൽ ജീവിക്കുന്ന മലയാളികൾ നിന്നിട്ട് എന്റെ ശബ്ദം കേൾക്കുന്നവർ ആരുണ്ടോ അവരെല്ലാം ഈ രൂപത്തിലാണ് അദബും മര്യാദയും കാട്ടേണ്ടത്. അള്ളാഹുവിന്റെ ഷായിറിന്റെ മുമ്പിൽ എന്ന് അള്ളാഹു കൽപ്പിച്ചതായ ആ കൽപ്പന, നമ്മുടെ അള്ളാഹിന്റെ ചിഹ്നത്തെ ആദരിക്കുക, ബഹുമാനിക്കുക എന്നത് നമുക്ക് ആവേശവും ഉന്മേഷവും ഉണ്ടാവുക എന്നത് റസൂലിൽ ഉണ്ടായതുപോലെ, സഹാബാക്കളിൽ ഉണ്ടായതുപോലെ, നമ്മുടെ നേതാക്കളിൽ പ്രകടമായതുപോലെ നമ്മളിൽ പ്രകടമാകണം എന്നതാണ് ഞാൻ ഇവിടെ ഊന്നി പറഞ്ഞത്. എന്നാൽ ഈ സന്ദർഭത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതായ പല കാര്യങ്ങളുണ്ട്. അതിൽ പെട്ടതാണ് നാം ഈ ദിവസങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ചതായ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തുന്നതോടുകൂടി തന്നെ കഴിവിന്റെ പരമാവധി മക്ക ഇമാമും മദീന ഇമാമും പ്രത്യേകിച്ച് മദീന ഇമാം പറഞ്ഞതുപോലെ ഖുർആൻ ഓതൽ വർദ്ധിപ്പിക്കുക, വിജ്ഞാനം പകരാൻ വേണ്ടിയും പകർത്താൻ വേണ്ടിയും ശ്രദ്ധിക്കുക. അൽ അംറു ബിൽ മഅറൂഫ് വന്നഹ്യു അനിൽ മുൻകർ എന്ന പേരിൽ നമുക്ക് കേട്ട് പരിചയമുള്ളതായ നന്മ ഉപദേശിക്കുക, തിന്മ വിരോധിക്കുക എന്ന കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി, അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി നാം പാടുപെടുക. അപ്രകാരം തന്നെ രാത്രി ഹയാത്താക്കാൻ വേണ്ടി ഈ ദിവസങ്ങളിൽ പാടുപെടുക. അപ്രകാരം തന്നെ എത്ര കണ്ട് നമസ്കരിക്കാൻ സുന്നത്തും ഫർളുമായ കാര്യങ്ങൾ, ഫർള് നിർബന്ധമായതായ നമസ്കാരം അതാ സമയത്ത് തന്നെ ജമാഅത്തോടു കൂടി പുരുഷന്മാരെ പള്ളിയിൽ വെച്ചിട്ട് നമസ്കരിക്കാൻ വേണ്ടി പാടുപെടുക. സ്ത്രീകളാണെങ്കിൽ വീട്ടിലോ പള്ളിയിലോ എവിടെയാണെങ്കിലും കൃത്യസമയത്ത് തന്നെ നമസ്കരിക്കാൻ വേണ്ടി പാടുപെടുക. ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ആത്മാർത്ഥതയോടുകൂടി ഖുശൂഅോടുകൂടി ഖുദൂഅോടുകൂടി നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ ഈ ദിവസങ്ങളുടെ പ്രത്യേകത ഓർത്തുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ആദരിച്ച് ബഹുമാനിച്ച് ആ ഷായറുകൾ, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഷായറുകളിലേക്ക് ആജിമാരെത്തുന്ന സന്ദർഭമാണിത്. ആ സന്ദർഭത്തിൽ എനിക്ക് പോകാൻ പറ്റിയില്ലല്ലോ, എനിക്ക് ചാൻസ് കിട്ടിയില്ലല്ലോ, റബ്ബേ അവർ ചെയ്യുന്നതായ അമലുകളിൽ എനിക്ക് അവർ ചെയ്യുന്ന അമല് പോലെയുള്ള അമല് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിലും എന്നാൽ സാധിക്കുന്ന രൂപത്തിൽ ഇതാ ഞാൻ എന്റെ മുമ്പിൽ ഇപ്പോൾ സുജൂദ് ചെയ്യുന്നു, ഇപ്പോൾ റുക്ഉ ചെയ്യുന്നു, ഇപ്പോൾ നോമ്പ് പിടിക്കുന്നു, ഇപ്പോൾ ഞാൻ ധർമ്മം ചെയ്യുന്നു, ഇപ്പോൾ ആജിമാര് കാട്ടും പോലെ തന്നെ ഞാനും തക്ബീറുദ്ധ്വനികളും മുഴക്കുന്നു, ഞാനും തഹ്ലീലും തഹ്മീദും ദിക്റുള്ളയും എല്ലാം ചൊല്ലുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ളതായ പങ്ക് വഹിക്കുക, അവരോടുള്ളതായ ആ കൂറ് കാട്ടുക. അതിനു വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ലോകത്തിന് വേണ്ടി സമർപ്പിച്ചതായ ആ സമർപ്പണത്തെ ഓർത്തുകൊണ്ട് സ്മരിച്ചുകൊണ്ട് അവർക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥന, അവർക്ക് വേണ്ടി അള്ളാഹുവിനോടുള്ളതായ പ്രാർത്ഥന. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ് എന്നീ രൂപത്തിൽ ആ സലാത്തുൽ ഇബ്രാഹിമിയോ അല്ലെങ്കിൽ അതിനോട് അടുത്തതായ ആ അർത്ഥം ഉൾക്കൊള്ളുന്നതായ സലാത്തോ ചൊല്ലിയും കൊണ്ട് അള്ളാഹുവിന്റെ സാമീപ്യം നേടാൻ വേണ്ടി സലാത്തിലൂടെ നാം പാടുപെടുകയും ചെയ്യുക. അങ്ങനെ ഈ ദിവസങ്ങൾ ശരിക്കും ഉപയോഗപ്പെടുത്തുക, അത് നഷ്ടപ്പെടുത്തി കളയരുത്. അടുത്ത വർഷം ഹജ്ജ് സീസൺ വരുമ്പോൾ നാം ജീവിച്ചിരിക്കുമോ എന്നത് ആർക്കും തന്നെ പറയാൻ സാധിക്കുന്നതല്ല. ഇന്നലെയും ഇനിയാനും അതിനു മുമ്പുള്ള ദിവസങ്ങളിലുമായിട്ട് നമ്മുടെ മുമ്പിൽ നിന്നിട്ട് നമ്മുടെ സഹോദര സഹോദരിമാര് ഹാർട്ട് ഫെയിലായി മരിക്കുന്നവരും അല്ലാത്ത രൂപത്തിൽ മരിച്ചവരും നമ്മളോട് വിട വാങ്ങിക്കൊണ്ടേ ഇരിക്കുന്നവരെയും നാം കണ്ടുകൊണ്ടേയിരിക്കുന്ന സന്ദർഭത്തിൽ നാം ചിന്തിക്കണം, നാം ശ്രദ്ധിക്കണം. കഴിഞ്ഞ കൊല്ലത്തിൽ നമ്മുടെ കൂടെ ഹജ്ജ് ചെയ്യാനും ഹജ്ജിന് പോയവരും ഉണ്ടായിരുന്നു. പക്ഷെ അവരിപ്പോൾ നമ്മുടെ കൂടെ ഇപ്പോൾ പലരും അവരുടെ കൂട്ടത്തിലില്ല എന്നതുപോലെ തന്നെ നാമും അടുത്ത കൊല്ലം വരുമ്പോൾ ഉണ്ടോ ഇല്ലേ എന്ന് പറയാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് ഈ കിട്ടിയ ചാൻസ് ഉപയോഗപ്പെടുത്തുക എന്നത് പ്രത്യേകം ഉണർത്തിയും കൊണ്ട് എന്റെ സംസാരത്തെ ഞാൻ വിരാമം വിടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ദിവസങ്ങളെ ആദരിക്കേണ്ടതുപോലെ ആദരിച്ച് ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിച്ച് ഈ ദിവസങ്ങൾ ചെയ്യേണ്ടതായ സൽക്കർമ്മങ്ങൾ, ചെയ്യാൻ സാധിക്കുന്ന സൽക്കർമ്മങ്ങൾ എല്ലാം ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ സാമീപ്യം നേടാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥത നൽകട്ടെ. നമ്മൾ നിന്നിട്ട് രോഗിയുടെ രോഗത്തെ അള്ളാഹു സുഖപ്പെടുത്തട്ടെ. ഇണകളില്ലാത്തവർക്ക് സാലിഹ്യങ്ങളായ ഇണകൾ നൽകട്ടെ. സന്താനമില്ലാത്തവർക്കും ഉള്ളവർക്കും സാലിഹ്യങ്ങളായ സന്താനങ്ങൾ അള്ളാഹു നൽകുമാറാകട്ടെ. നമ്മൾ നിന്നിട്ട് നമ്മുടെ എല്ലാവരുടെയും രോഗങ്ങളെ അള്ളാഹു സുഖപ്പെടുത്തുന്നതോടൊപ്പം നമ്മളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ രോഗങ്ങളെയും അള്ളാഹു സുഖപ്പെടുത്തുമാറാകട്ടെ. നമ്മിൽ നിന്നിട്ട് ഹജ്ജിന് വേണ്ടി ഉംറയ്ക്ക് വേണ്ടി വരാൻ സാധിക്കാത്തവർക്ക് ഭാവിയിൽ ഹജ്ജിന് വേണ്ടി ഉംറയ്ക്ക് വേണ്ടിയും വരുവാനും പുണ്യഭൂമിയിൽ വരുവാനും ഈ നാം ഇതുവരെ കേട്ടതായ ആ ഹജ്ജിലുള്ള ഉംറയിലുള്ളതായ ആ തൗഹീദി ആവേശം ഉന്മേഷം നേരിട്ട് കണ്ട് ആസ്വദിച്ച് അതിലൂടെ അള്ളാഹുവിന്റെ സാമീപ്യം നേടുവാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.